നമസ്കാരം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ രണ്ടാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ NDA വൻ വിജയത്തിലേക്ക് കടക്കുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം 150-ലധികം സീറ്റുകളിൽ ലീഡ് ചെയ്തുകൊണ്ട് വൻ മുന്നേറ്റമാണ് നടത്തുന്നത്. അതേസമയം ഇന്ത്യ മുന്നണി ആകട്ടെ വളരെ പിന്നിലായി പോകുന്നു. കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞ അവസ്ഥയിലാണ്. RJDക്ക് മാത്രമാണ് ഇന്ത്യ മുന്നണിയിൽ ലീഡ് ചെയ്യാൻ കഴിയുന്നത്. അവിടെ മറ്റു ചില സംഘടനകളും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. എങ്കിലും NDA സംബന്ധിച്ചിടത്തോളം ഇതൊരു അതിഗംഭീര വിജയം തന്നെയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയൊരു വിജയത്തിലേക്കായിരിക്കും കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതും ഉറപ്പാണ്. ശരിക്കും കേവല ഭൂരിപക്ഷമൊക്കെ കടന്നു തന്നെയാണ് ഇപ്പോൾ NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. 243 അംഗ ബീഹാർ നിയമസഭയിൽ 150-ലധികം സീറ്റുകൾ ലീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭരണം ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ്. കോൺഗ്രസ് തകർന്നടിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ബീഹാർ സംസ്ഥാനത്ത് ഒരു കാലത്ത് ഭരണത്തിൽ ഉണ്ടായിരുന്ന വലിയ പ്രമുഖരായ നിരവധി നേതാക്കളെ ദേശീയ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ബീഹാറിലാണ് ഇപ്പോൾ കോൺഗ്രസിന് ഈ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അതിദയനീയമായ പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് ഇത്തവണ RJDയുടെ ചിറകിലേറി വിജയിക്കാനാണ് ശ്രമിച്ചത് എങ്കിൽ പോലും അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതേസമയം NDA സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇത് ഏറെ ആശ്വാസമാകും എന്നുള്ളത് തീർച്ചയായി കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര ഭരണത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നടപടികൾ, അതായത് SIR ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ഭരണകക്ഷിക്കെതിരെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷത്തിനേറ്റ വലിയൊരു തിരിച്ചടിയായി തന്നെ ഇത് മാറുകയാണ്. രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണങ്ങളൊക്കെ കൊണ്ട് വീണ്ടും ബീഹാർ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും അതിനൊക്കെ വലിയ തിരിച്ചടി നൽകിക്കൊണ്ട് നിതീഷ് കുമാർ വീണ്ടും ബീഹാറിലെ മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുന്നത്. പതിവ് പോലെ വീണ്ടും RJDക്ക് പ്രതിപക്ഷത്തിരിക്കാനാണ് ജനങ്ങൾ വിധിയെഴുത്ത് നൽകിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. നരേന്ദ്രമോദി എന്ന അതിശക്തനായ ഭരണാധികാരി സ്വീകരിച്ച നടപടികൾ, ദേശീയ തലത്തിൽ അദ്ദേഹം സ്വീകരിച്ച നടപടികളൊക്കെ തന്നെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ബീഹാറിലെ സാധാരണക്കാരെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി തന്നെ മാറുകയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം. വോട്ടെണ്ണൽ ആരംഭിച്ച സമയത്ത് പ്രശാന്ത് കിഷോറിൻ്റെ ജനസ്വരാജ് പാർട്ടി ചില സീറ്റുകൾ ലീഡ് ചെയ്തിരുന്നുവെങ്കിൽ പോലും പിന്നീട് അവർക്കും ലീഡ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ NDA സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായ മുന്നേറ്റം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നേരത്തെ നടത്തിയ സർവേകളെ പോലും പിന്തുടരുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ NDAയുടെ വിജയം എത്തുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് NDA വിജയം നേടിക്കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. സാധാരണയായി BJPക്ക് വലിയ നേട്ടമുണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുകയും അതിന് തൊട്ടു മുമ്പായി BJPയുടെ ഡൽഹിയിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലെത്തുകയും ചെയ്യുന്ന പതിവുണ്ട്. എന്നാൽ ഇക്കുറി ആഘോഷങ്ങൾക്ക് ചില വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷിക്കരുത് എന്ന് BJP ദേശീയ നേതൃത്വം അണികളോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്ത. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായ സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു മുൻകരുതൽ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും NDA വളരെ കരുത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ മുന്നണി എന്ന ആ ഒരു സങ്കല്പം തന്നെ ഇല്ലാതാക്കുന്ന രീതി, അതായത് ഇന്ത്യ മുന്നണിയെ സ്ഥാപകൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിതീഷ് കുമാർ ഇപ്പോൾ എതിർവശത്തുള്ള മുന്നണിയിൽ ചേർന്ന് NDAക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഈ ഒരു വലിയ ഒരു വിജയം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറുന്നു. അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ, അതായത് കേരളവും തമിഴ്നാട് ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളെയൊക്കെ തന്നെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ ഈ ഒരു ജനവിധിക്ക് കഴിയും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഏതായാലും NDA സഖ്യം തന്നെയാണ് ഇപ്പോൾ ബഹുദൂരം മുന്നിൽ നിൽക്കുന്നത്.